നമസ്കാരം. ശ്രീരാഗ ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ ചില സമയങ്ങൾ നമ്മൾക്ക് വളരെ വലിയ പരീക്ഷണങ്ങളെ നേരിടേണ്ടതായി വരും. എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ മുന്നോട്ടു പോകാത്തതായ അവസ്ഥ വരെ വന്നു ചേരും. ധനപരമായി തടസ്സങ്ങൾ ഉണ്ടാകും. മനസ്സ് പല വിധത്തിൽ വിഷമങ്ങളിൽപ്പെടും. പക്ഷേ ഇവിടെ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു സത്യമാണെന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ജ്യോതിഷം ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, കാലം മാറും. ഒരു വ്യക്തിക്കും എപ്പോഴും ദോഷങ്ങളിലൂടെ തന്നെ കടന്നു പോകേണ്ടതായി വരികയില്ല. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. നഷ്ടപ്പെട്ടു പോയതായ ഭാഗ്യം വരെ തിരികെ വന്നു ചേരും. ഇപ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റത്തിന്റെ സമയമാണ്. അതായത് ഏപ്രിൽ 14 മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ദുഷ്ടകരമായ കർമ്മങ്ങളൊക്കെയും അവസാനിച്ച് മാറ്റം തുടങ്ങുന്നു. അതിനു പിന്നാലെ ഏപ്രിൽ 21 ശനിയുടെ ഉദയവും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സാധാരണ മാറ്റമായി പറയാൻ സാധിക്കില്ല. വ്യക്തികളുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ഭാഗ്യോദയങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, സ്വാഭാവികം. എങ്കിലും ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ 4 രാശിക്കാർക്ക് പണത്തിന്റെ മന്ദത, തടസ്സം എന്നിവ മാറി ഭാഗ്യം ഉണ്ടാകും. ഒരു ഭാഗ്യോദയത്തിന്റെ കാലഘട്ടം ആരംഭിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ആ രാശിക്കാർ ആരൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ നോക്കാം. അതിൽ ആദ്യത്തെ രാശിയായി പറയാനുള്ളത് ഇടവം രാശിയാണ്. കാർത്തിക, രോഹിണി, മകേരം വരുന്ന ഇടവം രാശിക്കാർക്ക്, ഇടവം രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വളരെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. എന്നാൽ ചോദിക്കും, ജീവിതം എപ്പോഴും സന്തോഷമായിരുന്നു എന്നല്ല. എങ്കിലും ഏറ്റക്കുറച്ചിലുകൾ, ഒരു സന്തോഷം വരുമ്പോൾ ചെറിയ ചെറിയ ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതിലേറെ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ആകെ ദുഃഖകരമായ അനുഭവങ്ങളാണ്. പണം വരുന്നില്ല, ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ഫലമാവുന്നില്ല. ഇന്നലെ വരെ നല്ല രീതിയിൽ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ ആകെ ഡിലേ ആകുന്ന അവസ്ഥ. പക്ഷെ അതെല്ലാം മാറാൻ പോവുകയാണ്. ശനിയുടെ ഉദയം വരുന്നുണ്ട്. ഒരു 14 തീയതി മുതൽ തന്നെ മാറ്റങ്ങൾ വന്നു ചേരും. ഭാഗ്യത്തിന്റെ ഉണർവുണ്ടാകും. വരുമാനത്തിൽ വർധനവ് വരും. കടങ്ങളൊക്കെ തീർക്കാൻ, പൂർണ്ണമായിട്ടല്ല എങ്കിലും നിങ്ങളെ ഇപ്പോൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന കടങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകും. ഭൂമി അല്ലെങ്കിൽ വീട് എന്നിവയിൽ നിക്ഷേപം ചെയ്യുന്നവർക്ക്, അതായത് വാങ്ങിക്കാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലാഭകരമായിരിക്കും. കുടുംബ ബന്ധങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ഐക്യം തിരികെ വരും. സമാധാനമൊക്കെ വന്നു ചേരും. മൊത്തത്തിൽ പറയുമ്പോൾ ഇടവം രാശിക്കാരുടെ ജീവിതം ഒന്ന് സ്റ്റേബിൾ ആകുന്ന സമയമാണ് തുടങ്ങുന്നത്. ഇനി അടുത്തത് മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക്, മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരും. അപ്രതീക്ഷിതമായി കുറച്ച് ധനമൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും. ഉന്നതമായ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക്, ഇനിയിപ്പോൾ എക്സാം ഒക്കെ എഴുതി എല്ലാവരും കാത്തിരിക്കുകയാണ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ഉന്നത പഠനം ആഗ്രഹിക്കുന്നത്, അതായത് മെഡിസിൻ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അതിനേക്കാൾ വലിയ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും. സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതിനായിട്ടുള്ളൊരു മികച്ച മാറ്റം, ചില സഹായങ്ങളൊക്കെ വന്നു ചേരും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മാറും. ഒരു പുതുമ ജീവിതത്തിൽ വന്നു ചേരും. സന്തോഷകരമായ അന്തരീക്ഷം കുടുംബത്തിൽ തന്നെ സംജാതമാകും. മുന്നോട്ട് എടുത്തു ചാടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും ആലോചിച്ച് ചെയ്യുക. അത് ഇവിടെ നല്ല സമയമായതിനാൽ എന്ത് ചെയ്താലും അത് ഫലമായി തന്നെ വരും. എങ്കിലും ആലോചനയില്ലാതെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ശ്രമിക്കരുത്. നല്ല സമയമാണെങ്കിലും ചീത്ത സമയമാണെങ്കിലും ഏത് കാര്യവും നല്ല രീതിയിൽ ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ചിത്തിര, ചോതി, വിശാഖം തുലാം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ലൈഫിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് 14 തീയതി മുതൽ ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നു. 21 തീയതി ശനിയുടെ മാറ്റമൊക്കെ, ഉയർന്ന സ്ഥാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരും. ജോലിയുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ ഇല്ല എന്ന് വിഷമിച്ചിരുന്നവരാണെങ്കിൽ അവസരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടാകും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് തിക്ത അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർക്ക് അതൊക്കെ മാറി പിന്തുണയൊക്കെ ലഭിക്കും. അവർ സ്നേഹവുമായി വരാൻ സാധ്യതയും കാണുന്നുണ്ട്. മുൻപ് നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞവരോ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല രീതിയിലുള്ള വർക്കിന് തടസ്സപ്പെടുത്തിയിരുന്നവരോ ആണെങ്കിൽ പോലും അവർ ഇനി നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുൻപേ ഉണ്ടായ കാര്യങ്ങളെ വെച്ചുകൊണ്ട് അവരോട് പെരുമാറരുത്. നല്ല രീതിയിൽ തന്നെ പെരുമാറി മുന്നോട്ട് പോവുക. അപ്രതീക്ഷിത ധനലാഭം, അതേപോലെ ചെലവുകൾ ഒരുപാട് ഈ ഒരു ഇടക്കാലത്ത് ഉണ്ടാകുന്നുണ്ട്. കയ്യിൽ പണം വരുന്നു, അതേപോലെ ചിലവായി പോകുന്നു. എന്നാൽ ഇവിടെ ഗ്രഹങ്ങൾ അനുകൂലമാകുന്നു. പ്രത്യേകിച്ച് ശനിയുടെ ഒരു ആനുകൂല്യം കൂടി വന്നു ചേരുന്ന ഈ ഒരു
സമയത്ത് ചിലവുകളൊക്കെ കുറയുകയും വരവ് കൂടുകയും ചെയ്യും. ബന്ധങ്ങളിൽ ഐക്യത വന്നു ചേരും. സുഹൃത്തുക്കളോടൊപ്പവും കുടുംബ അംഗങ്ങളോടൊപ്പവും കൂടുതൽ സമയം ചിലവഴിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ തുലാരാശിക്കാർക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ കാലം തന്നെയാണ് ഇവിടെ തുടങ്ങുന്നത്. ഇനി ഉത്രാടം, തിരുവോണം, അവിട്ടം, മകരം രാശിക്കാരുടെ കാര്യത്തിൽ വന്നാൽ കഷ്ടപ്പാടുകളാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. ഒരുപാട് വിഷമങ്ങളുണ്ട്. ഇടയ്ക്ക് എപ്പോഴൊക്കെയോ വന്നു ചേരുന്നുണ്ട് സന്തോഷം. ഈ വിഷമങ്ങൾ കൂടുതലായതിനാൽ സന്തോഷങ്ങളുടെ ഒരു കുറഞ്ഞ സന്തോഷങ്ങൾ വരുമ്പോൾ അതൊട്ട് മനസ്സുകൊണ്ട് സ്വീകരിക്കാനും പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകും. പഴയ ഒരു സുഹൃത്ത് വഴി ചില ഗുണങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നു. ചിലപ്പോൾ അത് ജോലിയുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ആ ഒരു സുഹൃത്ത് മുഖേന കുടുംബത്തേക്ക് ഒരു വിവാഹാലോചന വരാനോ, അല്ലെങ്കിൽ കുടുംബത്തിന് ഏതെങ്കിലും വിധത്തിൽ ഒരു സുഹൃത്ത് കൈത്താങ്ങായി മാറാൻ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. മാന്യതയുള്ള സ്ഥാനം കുടുംബത്തിലും ലഭിക്കും, അല്ലെങ്കിൽ സമൂഹത്തിലായാലും ലഭിക്കും. ഒരു വാഹനം വാങ്ങണമെന്ന സ്വപ്നം മനസ്സിലുണ്ട്. വീട് പണി ബന്ധപ്പെട്ട ചില സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ നടക്കാൻ സാധ്യത കൂടുതലാണ്. സമ്പത്ത് വർദ്ധിക്കുന്നതായ ഒരു സുവർണ കാലം തന്നെയാണ് മകരം രാശിക്കാർക്കും. അപ്പോൾ ദോഷകരമായ വശങ്ങളൊക്കെ മാറി ശനിയുടെ ആനുകൂല്യം വന്നു ചേരുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. എന്നാൽ ഒരു കാര്യം മറക്കരുത്, ഭാഗ്യം വരുമ്പോൾ പരിശ്രമമില്ലാതെ ഇരുന്നിട്ട് ഭാഗ്യം വന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക, പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അതിലുപരി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഈ 3 കാര്യങ്ങൾ, വിശ്വാസം, പരിശ്രമം, പ്രാർത്ഥന, ഇത് 3 ഒപ്പം ഉണ്ടെങ്കിൽ ആരും നിങ്ങളെ തടയാൻ സാധിക്കുകയില്ല. ദൃഷ്ടിദോഷമൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും അതൊന്നും നിങ്ങളെ ഏൽക്കില്ല. ഏതൊക്കെയാണ്? വിശ്വാസം, പരിശ്രമം, പ്രാർത്ഥന, ഇത് 3 തുണയായി കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെ പ്രതിബദ്ധതകൾ, അതായത് എന്തൊക്കെ തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നെങ്കിലും അതൊക്കെ മാറുകയാണ്. കാരണം ശനി ഇതുവരെ നെഗറ്റീവായി നിന്നെങ്കിൽ പോലും ഇനി ശനിയുടെ ഒരു ഭാഗ്യോദയം കൂടി നിങ്ങൾക്ക് വരികയാണ്. ഇവിടെ 4 രാശിക്കാർക്കാണ് ഈ ഗുണകരമായ മാറ്റം വരുന്നത്. നല്ല രീതിയിൽ പ്രാർത്ഥനയോടുകൂടി പരിശ്രമത്തോടുകൂടി ധൈര്യമായി മുന്നോട്ട് പോവുക. ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. മറ്റൊരു അധ്യായമായി കാണുന്നത് വരെ നന്ദി.